ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലാലേട്ടന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. അനീഷിനെ പൊരിക്കുന്ന പ്രൊമോയാണ്. അനീഷ് കുളത്തിലൊക്കെ കുളിക്കാറുണ്ടോ? യെസ് ഉണ്ട് ലാലേട്ടാ. സത്യം പറഞ്ഞ അങ്ങനെ ആ ഒരു ഉണ്ടെന്ന് പറഞ്ഞത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കഷ്ടം തോന്നി കേട്ടോ. അനീഷ് ഒരു നിഷ്കളങ്കനാണ് കേട്ടോ. ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയതാണ് പുള്ളിക്ക്. കാരണം അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അനീഷ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ടാസ്ക് കുളവാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളല്ല, നമുക്കറിയാം. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങൊരു ഇത് ഇത് തോന്നി കേട്ടോ, പാവം. ഇപ്പം അത്രയും പേടിച്ചാണ് പുള്ളി നിൽക്കുന്ന പ്രൊമോയിൽ. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, കുളത്തിലൊക്കെ കുളിക്കാറുണ്ടോ? ഉണ്ട് ലാലേട്ട. അതാണോ ടാസ്കുകളൊക്കെ കുളമാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ കുപ്പികളൊക്കെ വലിച്ചെറിയുന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അനീഷ് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ അനീഷിനെയാണ് പൊരിക്കുന്നത്. അനുമോളെ ഫയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് നല്ല രീതിയിലാണ്, അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അനുമോൾക്ക് കിട്ടിയ ഒരു ടാസ്ക്, ഒരു ക്യാരക്ടർ പുള്ളിക്കാരി അത് നല്ല ഭംഗിയോടെ ചെയ്തു. കാരണം അതാണ് ഗെയിം. പുള്ളിക്കാരിയാണ് സത്യം പറഞ്ഞ ഗെയിം മനസ്സിലാക്കി അവിടെ ചെയ്തത്. ഒരു ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്ന ഒരു ഓഫീസറെ ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എടുക്കുക. ഇതിപ്പം അനുമോളെ ക്യാരക്ടർ നല്ലപോലെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ എല്ലാ സാധനങ്ങളും എടുത്ത്, മോശം സാധനങ്ങളും എടുത്ത്, ഒന്നും റിജക്റ്റ് ചെയ്യാതെ എല്ലാവർക്കും കോയിൻസ് കൊടുത്തായിരുന്നെങ്കിൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോളെ നിർത്തി പൊരിച്ചേനെ കേട്ടോ. അനീഷിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അനുമോളായനെ. പക്ഷേ അനുമോൾ അവിടെ നല്ല മൈൻഡ് ഉപയോഗിച്ച് അവിടെ ഗെയിം കളിച്ചു. കിട്ടിയ ക്യാരക്ടർ നല്ലപോലെ ചെയ്തു. അവിടെ ആദിലയും നൂറയും കൂടെ അനുമോളെ പൊളിക്കാനുള്ള പരിപാടിയൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞും കൊടുത്തായിരുന്നു. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോക്കിട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ആദില കാണിച്ചായിരുന്നു. കാരണം അനുമോൾ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഫസ്റ്റ് ദിവസത്തെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആദിലയും നൂറയും അനുമോളെടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനും അക്ബറും കൂടെ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ഇതുപോലെ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കോയിൻ കൊടുക്കാനുള്ള പരിപാടി, കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം റിജക്റ്റ് ചെയ്യാതെ സ്വീകരിച്ചിട്ട് കോയിൻ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോൾ എന്തോ ചെയ്യണം, അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം, നെവിൻ കൊണ്ടുവരുന്ന സാധനങ്ങളെ റിജക്റ്റ് ചെയ്ത് കളയണമെന്ന് അനുമോൾ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞ്, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, കൊണ്ടുവരുന്ന സാധനം നല്ലതാണെങ്കിൽ ഞാനത് എടുക്കും, ഞാൻ സത്യസന്ധമായിട്ട് ഇവിടെ കളിക്കൂ, അല്ലാതെ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഞാൻ ഇത് എടുക്കത്തില്ല. നിങ്ങളും നല്ലപോലെ കളിക്കുവാണെങ്കിൽ നിങ്ങളെയും ഞാൻ സ്വീകരിക്കും. ഇതുപോലെ നിങ്ങൾ വാവച്ച് ഊതുന്നതും ഊതി ഉണക്കുന്നതും ആ പരിപാടിയൊക്കെ നിങ്ങൾ നിർത്തുമെന്ന് അനുമോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അനുമോൾ അവിടെയും പിന്നീട് ഇട്ട് കുത്താനുള്ള പരിപാടി യാതില ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബുദ്ധിപൂർവ്വമാണ് അനുമോൾ അവിടെ കളിച്ചത് കേട്ടോ. അതുകൊണ്ട് ഈ വട്ടം ലാലേട്ടൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കാതെ നൈസായിട്ട് അനുമോക്കങ്ങ് പോവാം, രക്ഷപ്പെട്ട്. അപ്പം ഇതിൽ അനീഷിനെയാണ് നിർത്തി പൊരിച്ചത്. എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും കാണിച്ച ഒരു തെണ്ടിത്തരമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ വലുതായിട്ട് ചോദിക്കുന്നില്ല. കാരണം അവർ കാണിച്ചത് ഭയങ്കര മോശമാണ്. അപ്പം അത് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രൊമോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തേനെ കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രൊമോ കഴിഞ്ഞാൽ പിന്നെ പ്രൊമോ കാണാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പം ലാസ്റ്റ് പ്രൊമോ ആയിരിക്കും. അപ്പം ഈ ആദിലയും നൂറയും അനീഷിൻ്റെ അടുത്ത് ചെന്ന് ട്രിഗർ ചെയ്ത് ആദില വ്യക്തിപരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഈ നൂറ് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു, അവിടെ ഇരിക്കുന്ന കുപ്പികളൊക്കെ തട്ടിക്കളയുന്നു, വെള്ളം എടുത്തൊഴിക്കുന്നു. അതൊക്കെ ഭയങ്കര മോശമാണ്. അത് ചോദിക്കുന്നെങ്കിൽ അതും ചോദിക്കണം. ഇതിനകത്ത് ഈ ഒരു ഫേവറിസം കാണിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതങ്ങനെയാണ്. ഈ ടാസ്ക് അനീഷ് മാത്രമായിട്ടല്ല കുളമാക്കിയത്. സംഭവം ശരി, ഇത് കുളമാക്കിയതിൽ ഒരു പങ്ക് അനീഷിനുണ്ട്. പക്ഷേ അനീഷ് മാത്രമായിട്ടല്ല ഈ ഒരു ടാസ്ക് കുളമാക്കിയിട്ടുള്ളത്. എല്ലാവരും അതിനകത്ത് ഉൾപ്പെടും. ആര്യൻ ഉൾപ്പെടും, അതുപോലെ ഷാനവാസ് ഉൾപ്പെടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും നൂറയാണ് ഈ ടാസ്ക് കുളവാക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന ആൾക്കാർ. ജയിലിൽ കിടക്കുന്ന നെവിനും ടീമിനും ജ്യൂസ് കുടിക്കാൻ കൊണ്ട് കൊടുക്കുന്നു. അതൊക്കെ മോശമാണ്. അപ്പം ഈ ഒരു ടാസ്ക് കുളവാക്കിയത് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് കുളവാക്കിയത്. അല്ലാതെ അനീഷിനെ മാത്രം ഫയർ ചെയ്യുന്നത് അത് ശരിയല്ല കേട്ടോ. അനീഷിൻ്റെ ഭാഗത്തും തെറ്റില്ലെന്നല്ല, പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ആ ടാസ്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചത് അനീഷും അനുമോളും കൂടെ ചേർന്നിട്ടാണ്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ചുമ്മാ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്നത് സ്വീകരിച്ചിട്ട് അതിന് കോയിൻ കൊടുത്ത് വെറുതെ നോമിനേഷൻ ഫ്രീ ആക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ ലൈവിൽ നെവിൻ്റെ ഒരു സംഭവം കണ്ടു. ഇപ്പോൾ ലൈവിൽ നെവിനും അതുപോലെ ആര്യനും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പം ബെന്നി വാഷ്റൂമിലും കണ്ട് പോയേക്കുവാന്ന് തോന്നുന്നു. അപ്പം ഈ നെവിനാണ് അവിടെ കുക്ക് ചെയ്തിരിക്കുന്നത്. ആര്യനും കുറച്ച് നേരം അവിടെ കുക്ക് ചെയ്തിട്ട് പിന്നെ പുള്ളി ആര്യനും മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ നെവിൻ ഒരു മുട്ട എടുത്ത് പോക്കറ്റിൽ കയറ്റിയിട്ടുണ്ട്. പച്ചമുട്ട, പുഴുങ്ങിയതല്ല, പച്ചമുട്ട തിന്നാനെ കൊണ്ട് പോക്കറ്റിൽ കയറ്റിയതാണ്. വാഷ്റൂമിലും കണ്ട് പോയിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ. എന്നിട്ട് വേസ്റ്റിനകത്ത് ഇട്ടാൽ കാണത്തില്ലല്ലോ, മുട്ടയാണല്ലോ. അപ്പോൾ വാഷ്റൂമിൽ ചെന്ന് പൊട്ടിച്ച് വായിലൊഴിച്ച് കുടിച്ചിട്ട് വേസ്റ്റ് പിന്നിനകത്ത് അതിൻ്റെ തൊലി ഇടാലോ. അപ്പം ബെന്നി വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം അവിടെ നിന്നിട്ട് എന്തോ റൈസ് മുട്ട വെച്ചിട്ടുള്ള എന്തോ സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവനുണ്ടല്ലോ ബെന്നി ഏൽപ്പിച്ചിട്ട് നൈസായിട്ട് മുട്ട തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇത് മുട്ട മറ്റേ ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. നമ്പർ 1 ഉടായ്പ് നോക്കണം. ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞ് വെച്ച മുട്ട പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ടിഷ്യൂ മാറ്റിയ സമയത്ത് ക്യാമറ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെച്ച് കൊടുത്ത്, ക്യാമറ നല്ല രീതിയിൽ അങ്ങോട്ട് തിരിച്ച് ഫോക്കസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്ത്. ഇത് നെവിൻ കാണുന്നുണ്ട്. മുട്ട എടുത്ത് ഇങ്ങനെ പിടിച്ച് ക്യാമറയെ കൂടെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് നൈസായിട്ട് റൂട്ട് അങ്ങോട്ട് മാറ്റി. അല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ക്യാമറയിലോട്ടൊരു കണ്ണിട്ട് ഇങ്ങനെ ഒളി കണ്ണിട്ട് നോക്കിയിട്ട് അല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്കൂടെ കറങ്ങി കിച്ചണിൽ വന്നിട്ട് ബെന്നിയുടെ അടുത്ത് വന്നിട്ട് ആ മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ച് ഇളക്കി കൊടുക്കുന്നു. നോക്കിക്കോണം ഇതുപോലെ എന്തൊക്കെ സാധനങ്ങൾ ക്യാമറ കാണുകയും അതുപോലെ കാണാതെയും മറ്റുള്ള ആൾക്കാരെയും കൂടെ റേഷനും കൂടെയാണ് ഇവൻ എടുത്തുകൊണ്ട് പോയി തിന്നുന്നത്. അല്ല, ഈ കൊക്കപ്പുഴുവിൻ്റെ അസുഖമുള്ളവൻ കാണിക്കുന്നത് വളരെ മോശമാണ്. ബിഗ് ബോസ് റൂൾസാണ് ഇവൻ ബ്രോക്ക് ചെയ്യുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ ആദിലയും അനീഷും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു വെളുപ്പം കാലത്ത് ആരും എണീക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കോഫി എടുത്തുകൊണ്ട് ഇട്ട് കുടിച്ചിട്ട് ജയിലിൻ്റെ ആ ഭാഗത്ത് വന്നിരിക്കുവാണ്. അപ്പം ആദില തലപൊക്കി നോക്കുന്നുണ്ട്. തലപൊക്കി നോക്കിയിട്ട് ആദില ഇച്ചിരി സിപ്പ് അടിക്കാൻ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ പറഞ്ഞ എന്താണെന്നറിയോ, ജയിലിൽ കിടക്കുന്നവർക്ക് ഒന്നും തന്നുകൂടാ, അത് ബിഗ് ബോസിന് റൂൾസിന് എതിരാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജയിൽ തുറന്നു കൊടുക്കുമല്ലോ, പോയി അടുക്കള പോയി ഇട്ട് കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇവൻ കാണിക്കുന്നത് ബിഗ് ബോസ് റൂൾസിന് എതിരാണോ അല്ലയോ? ഇവൻ കാണിക്കുന്ന അതിനേക്കാളും എതിരല്ലേ. മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുന്ന റേഷനും കൂടെ എടുത്തിട്ട് അണ്ണാക്കിലോട്ട് ഒഴിച്ച് വെള്ളം ഒഴിക്കുന്ന ഈ പരിപാടി, ഇതും റൂൾസിനെതിരല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം, നെവിൻ്റെ വിഷയം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്, ഏതെങ്കിലും ഒരു എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ വേണമെന്നില്ല, ചോദിച്ചിരിക്കണം. ഇവൻ അവിടുന്ന് പോകുന്നതിന് മുമ്പേ ഈ സംഭവം ചോദിച്ചിരിക്കണം. കാരണം ഭയങ്കര മിടുക്കനെ പോലെ അല്ലേ എല്ലാവരും അവിടെ അവരവർക്ക് കിട്ടുന്ന ആഹാരം പോലും തിന്നാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇവൻ എന്തോ ചെയ്യുന്നു, മുട്ട, അവിടെ ഇരിക്കുന്ന പാല്, പപ്പടം, ആപ്പിള്, ഓറഞ്ച് എല്ലാം പോക്കറ്റിൻ്റെ അകത്തിട്ടുകൊണ്ട് പോയിട്ട് വാഷ്റൂമിൽ പോയി കഴിപ്പാണ് ജോലി. എന്നിപ്പോൾ ഇത് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ മുട്ട എടുത്തുകൊണ്ട് പറഞ്ഞേനെ. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സാധനത്തിന് തന്നെ കിച്ചൺ ഏൽപ്പിച്ചിട്ട് ബെന്നി വാഷ്റൂമിൽ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, കള്ളനെ തന്നെ കള്ളനെ കപ്പലേൽപ്പിച്ചിട്ടാണ് വാഷ്റൂമിൽ പോയിട്ടുള്ളതെന്ന് ഓർക്കുമ്പോഴാണ് ഇത് എന്തൊക്കെ സാധനങ്ങൾ മിക്കവാറും പോക്കറ്റിനകത്തോട്ട് ഇത് ഇട്ട് കാണും അല്ലേ. ഇതിപ്പോൾ ക്യാമറ കണ്ടുകൊണ്ട് മാത്രമാണ് വേണ്ടെന്നുള്ളൊരു ധാരണയിൽ അതുകൊണ്ട് അവിടെ ഡയറക്റ്റ് കൊണ്ട് അതിനകത്ത് ഒഴിച്ച് നോക്കിക്കോണം എന്തൊക്കെയാണ് ഇവൻ കാണിക്കുന്നത് അല്ലേ. നെവിൻ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് നെവിൻ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ നെവിൻ്റെ ഈ ഒരു പ്രവൃത്തികൾ കാരണം വളരെ മോശമാണ്. കാരണം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഷാനവാസിൻ്റെ ഇഷ്യൂ തന്നെ, അത് സംസാരിച്ച് തീർന്നിട്ടും വീണ്ടും വീണ്ടും മനസ്സിലിട്ട് വഴിയെ പോകുന്ന ആൾക്കാരുടെ വരുന്ന ആൾക്കാരുടെ അടുത്തും സംസാരിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും പിന്നെ ഈ മോഷണവും മോഷ്ടിച്ച് തീറ്റി, അതൊക്കെ വളരെ മോശമാണ്. കാരണം ഇപ്പം ഈ ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിനൊരു സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന സീസണിലും ഇതുപോലത്തുള്ള ഐറ്റങ്ങൾ കയറിയിട്ട് ഇതുപോലെ തന്നെ കാണിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം.